നമസ്കാരം. കേന്ദ്ര പോലീസ് സേനയുടെ ഭാഗമായ CISFലേക്ക് വീണ്ടും ഒരു സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ ഇതാ വന്നിട്ടുണ്ട്. ഹെഡ് കോൺസ്റ്റബിൾ GD തന്നെയാണ് പോസ്റ്റ്. ആദ്യം ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സ്പോർട്സ് ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റ് ഹോക്കിയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വേറെയും കുറേ സ്പോർട്സ് ഇവൻറ്റ് ഉള്ളവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും. സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷനാണ്. ഇതിലേക്ക് ബോയ്സിനും ഗേൾസിനും അപേക്ഷ അയക്കാൻ പറ്റും. ആദ്യമേ ശ്രദ്ധിക്കുക, വീണ്ടും പറയുകയാണ്, സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷനാണ്. അപേക്ഷ തുടങ്ങുന്നത് 18-ാം തീയതിയാണ്. മെയ് 18 മുതൽ ജൂൺ 6 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. ഹെഡ് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി സ്പോർട്സ് കോട്ട ലെവൽ 4 പേ സ്കെയിൽ 25,500 തൊട്ട് 81,100 വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന റിക്രൂട്ട്മെൻറ്റാണ്. അതിൻ്റെ കൂടെ അലവൻസുകളുടെ പാക്കേജും വരുന്നുണ്ട്. അപേക്ഷ അയക്കേണ്ടത് ഓൺലൈൻ മോഡാണ്. ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല. ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു അപ്ഡേറ്റ് എത്തിക്കാം. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് 2 സ്റ്റേജാണ്. ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ ട്രയൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. സ്പോർട്സ് ഇവൻറ്റിൻ്റെ ടെസ്റ്റ്, പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ മെഷർമെൻറ്റ്, ഡോക്യുമെൻറ്റേഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കൽ എക്സാമാണ് നടത്തുന്നത്. അതിനുശേഷമാണ് നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റും കാര്യങ്ങളും വരിക. വേക്കൻസികൾ കാണാം. വുഷു, ടേക്വോണ്ടോ, കരാട്ടെ തുടങ്ങി ഒരുപാട് സ്പോർട്സ് ഡിസിപ്ലിൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്പോർട്സ് ഇവൻറ്റിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ സ്പോർട്സ് ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നത് +2 യോഗ്യതയാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ, അതും അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇൻ ഗെയിംസ്, സ്പോർട്സ് ആൻഡ് അത്ലറ്റിക്സ് തുടങ്ങിയ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ നേരത്തെ പറഞ്ഞ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഈ പറയുന്ന ഇവൻറ്റിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് അപേക്ഷ അയക്കാം. +2 വിത്ത് സ്പോർട്സ് സർട്ടിഫിക്കറ്റ്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് പറയുന്നത്. ജനറൽ OBC-കാർക്ക് 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. EWS-കാർക്കും വരുന്നുണ്ട്. SC ST വിഭാഗത്തിൽ വരുന്നവർക്ക് ഫീസിന് ഇളവ് കിട്ടും. അവർക്ക് ഫ്രീ ആയിട്ട് അപേക്ഷ അയക്കാൻ പറ്റും. പിന്നെ പെൺകുട്ടികൾക്കും ഫ്രീ ആയിട്ട് അപേക്ഷ അയക്കാൻ പറ്റും. ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 18 to 23 ഏജ് ലിമിറ്റ് ജനറൽക്കാർക്ക് പറയുന്നത്. 2/8/2002 1/8/2007 ഇടയിൽ ജനിച്ച ജനറൽക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBC ആണെങ്കിൽ 23 എന്നുള്ളത് 26 വരെ അപ്ലൈ ചെയ്യാം. SC ST-കാരാണെങ്കിൽ 28 വരെയും അപേക്ഷ അയക്കാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് എത്തിക്കാം. ഒരുപാട് പേര് സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ നോട്ടിഫിക്കേഷൻ. ഹൈറ്റ് വേണ്ടത് 167 സെൻറ്റിമീറ്ററാണ് ബോയ്സിന്. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ മിനിമം, 86 വരെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. ഗേൾസിന് ഹൈറ്റ് വേണ്ടത് 153 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത്രയുള്ള നോട്ടിഫിക്കേഷൻ വീഡിയോ. CISFലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ GD സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷൻ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് +2 വിത്ത് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റുക. നിങ്ങളിത് എലിജിബിൾ ആണെങ്കിൽ അപേക്ഷ അയച്ചോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് പെട്ടെന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക. ഇതുപോലെ പ്രോപ്പറായിട്ട് യൂണിഫോം ജോബിൻ്റെയും പിന്നെ മറ്റ് ജോബുകളുടെ അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ബൈ.